ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച നിസ്കാരമെല്ലാം കഴിഞ്ഞ് ആമി നിസ്കരിച്ചിട്ട് ആ പർദ്ദയോടെ ഇരിക്കുന്നത് കേട്ടോ. രണ്ടാൾ കളർ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ സമയം വെറുതെ ഇങ്ങനെ ഇരുന്ന് ചൂട് സഹിക്കാൻ കഴിയായിട്ടും ചൂട് കാരണം ഉണ്ടാകുന്നൊരു ശാരീരിക അസ്വസ്ഥതകളും കാരണം തലവേദന നല്ലോണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് മടിച്ചിരുന്ന് അങ്ങനെ കുറേ ലേറ്റായിട്ട് അടുക്കളയിൽ ഇറങ്ങി. കുറച്ച് ബീഫ് ഉണ്ടായിന്, ബീഫ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ബീഫ് കറി വെച്ചാലോ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ ഇറങ്ങി. വേറെ എന്ത് വിശേഷം? വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആയാലും അതെടുക്കാനും ഒരു കൈയോടെല്ലാം പണിയെടുത്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടില്ല. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ശാരീരികമായിട്ട്. അപ്പോഴത്തേക്ക് യൂട്യൂബിൽ നിന്ന് ഉണ്ടായ സബ്സ്ക്രൈബറിൽ ഇങ്ങനെ കട്ടായി. അത് കാണുമ്പോൾ ഒരു വിഷമം. മൊത്തം കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഇടുന്നത്. എന്തായാലും എന്തിനും ഇത് കഷ്ടപ്പെട്ട് ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം കേട്ടോ. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഞാൻ ഫാസ്റ്റായിട്ട് ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പക്ഷേ സത്യം പറയാമല്ലോ, ഒരിത്തിരി ചോറ് വെന്തുപോയി. കുക്കറിൽ എപ്പോൾ വെക്കുന്ന പോലെ ഒരു വിസിൽ തന്നെ വെച്ചതാണ്. പക്ഷേ വെള്ളം ഒരു പൊടിക്ക് കൂടിപ്പോയി തോന്നും. എന്തായാലും ചോറ് ഇത്തിരി വെന്തുപോയിന്. എന്തായാലും ബിരിയാണി കഴിക്കാൻ പറ്റി. നല്ല തന്നെ. നിങ്ങളതെല്ലാം വെള്ളിയാഴ്ച സ്പെഷ്യൽ എന്താ കമൻറ്റിലൂടെ അറിയിക്ക്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അടുക്കള നിറച്ച പാത്രമുണ്ട്. അതെല്ലാം കഴുകിയിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം കേട്ടോ.